10ാം ക്ലാസ് അറബിക്ക് 2ാം പാദവാർഷിക പരീക്ഷ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന നിങ്ങളുടെ SSLCയുമായി ബന്ധപ്പെട്ട നോട്ട്സ്, മറ്റ് കാര്യങ്ങൾ, മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ, പാഠഭാഗങ്ങളുടെ വീഡിയോ ക്ലാസ്സുകളെല്ലാം കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ SSLC അറബിക് എക്സാം എന്ന പേരിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ വിടാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന SSLC അറബിക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ വിഭാഗം ഇഖ്റഉൽ ഫിഖ്റ വാജിബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ജലസ അദ്നാൻ ബി ജാനിബിൽ മൈദാൻ. അദ്നാൻ മൈതാനിൻ്റെ സൈഡിലിരുന്നു. യുഷാഹിദു ലഅബ ഖുറത്തുൽ ഖദം. ഫുട്ബോൾ കളി കണ്ടുകൊണ്ട്. കുല്ലമാ തഖദ്ദമ ഫർഹാൻ ഫോർവേഡ് കളിക്കുമ്പോൾ ബിൽ ഖുറ പന്ത് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഷജ്ജഅഹു അദ്നാൻ പ്രോത്സാഹിപ്പിച്ചു ബി തസ്ഫീഖ് കൈയടിച്ചുകൊണ്ട്. വകാന ഖൽബുഹു മുംതലിഅൻ. അവൻ്റെ മനസ്സ് മൊത്തം നിറഞ്ഞിരിക്കുകയാണെന്ത് ബി റഗ്ബത്തിൽ ഇൻളിമാം ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇലാ ഫരീഖ് ഖുറത്തുൽ ഖദം ഫുട്ബോൾ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ. ഇൻതഹത്തുൽ മുബാറ കളി കഴിഞ്ഞു. വഹാസ ഫരീഖു ഫർഹാൻ ബി ഹദ്ഫൈൻ. ഫർഹാൻ്റെ ടീം 2 എന്ത് ചെയ്തു? ഗോള് നേടി. ഓക്കെ, അപ്പോൾ മുലാരിയു കലിമത്തു ഷാഹദ എന്ന വാക്കിൻ്റെ മുലാരിയായ പദമേത്? പാരഗ്രാഫിൽ തന്നെയുണ്ട് അല്ലേ. യുഷാഹിദു ആണ് വരിക. മാലി കലിമത്തു യജ്ലിസു എന്ന പദത്തിൻ്റെ മാലിയായ വാക്ക് ഏതാണ്? ജലസ. സിമ്പിൾ അല്ലേ? പിന്നെ അതിൽ 2 പറഞ്ഞില്ല. മുത്രാദിഫ് കലിമത്തു നാല എന്ന വാക്കിൻ്റെ സെയിം അർത്ഥം. നാല എന്ന് പറഞ്ഞാൽ നേടി. അതേ അർത്ഥമുള്ള ഏതാ? ഹാസയാണ്. ഓക്കെ, പിന്നെ 3 പറഞ്ഞു. 4 മുഫ്രദ് കലിമത്ത് ഖുലൂബ്. മനസ്സ് അല്ലെങ്കിൽ ഹൃദയങ്ങൾ എന്നതിൻ്റെ മുഫ്രദ് ഏകവചനം സിംഗുലർ വാക്ക് ഏതാണ്? കൽബിൻ്റെത്. കുലൂബിൻ്റെത് കൽബാണ്. എന്താണ്? കൽബ്. കം ഹദഫൻ ഹാസ ഫരീഖു ഫർഹാൻ്റെ ടീം എത്ര ഗോൾ നേടി? എത്രയാ? ഹദഫൈൻ 2 ഗോൾ. അതാണ് ഉത്തരം വരിക. 6 കൈഫ ഷജ്ജ അദ്നാൻ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ഷജ്ജഅഹു അദ്നാൻ ബി തസ്ഫീഖ് കൈയടിച്ചുകൊണ്ടാണ് പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരഗ്രാഫിൽ തന്നെ ഉത്തരങ്ങൾ ഉണ്ട്. വളരെ സിമ്പിളായിരുന്നു. രണ്ടാമത്തെ ഇഖ്തർ മിന സുത്തൂർ മാ യുവാഫിഖുൽ മഅനൽ ഹദീസ്. ഇവിടെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയമുള്ള വരി കണ്ടെത്തണം. പദ്യത്തിൻ്റെ വരി. അൽ ഖംറു ദാഇൻ വലൈസ ബിദവാഇൻ. മദ്യം രോഗമാണ്, അത് മരുന്നല്ല. സക്കറാനു യഹ്ദിമു മാ ബനാഹു ബിനഫ്സിഹി. മദ്യപാൻ താൻ ഉണ്ടാക്കിയതെല്ലാം നശിപ്പിക്കും. എബുക്കാ ബി ഖാരിയത്തി ത്വരീക്ക് യുസർസിറു. വഴി കിടന്നിട്ട് പറവറാന്ന് പറയും. പിറുപിറു എന്ന് പറയും. അതാണ് യുസർസിറു കേട്ടോ. അജബൻ ലിമൻ ഷരിബൽ ഖുമൂറ വയദ്ദഇ. എന്താണ്? കള്ളു കുടിക്കുകയും വാദിക്കുകയും ചെയ്യുന്നവൻ്റെ കാര്യം കഷ്ടം. ഫീഹൽ ഹുറൂബ് മിനൽ മശാക്കിൽ യുദ്ബിറു. അവനെന്താ വാദിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാം എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുടെ കാര്യം അജബൻ, അത്ഭുതം. കത് യസുമുൽ ബഅദു അദ്ദവാ അലി എല്ലത്തിൻ. ചിലർ പറയുന്നു അത് ചില രോഗത്തിന് മരുന്നാണെന്ന്. അപ്പോൾ ഈ വരിയായിരിക്കും എന്ത്? ഇതിനനുയോജ്യമായത്. ദാ ഉംബിഹി സഫഖൽ ഉഖൂലു യുകദ്ദിറു. പക്ഷെ അതൊരു മരുന്നല്ല, വെറും രോഗമാണ്. നമ്മുടെ ബുദ്ധിയെ മലിനമാക്കുന്ന. അപ്പോൾ ഇതാണ് ഉത്തരം വരിക അല്ലേ മക്കളെ? അടുത്തത് ഉക്തുബുൽ അഫ്ആല ബി സീഗത്തിൻ മുനാസിബ. താഴെയുള്ളതിൽ ശരിയായ പദം വെച്ച് പൂരിപ്പിക്കുക അല്ലേ? മുഫ്രദ്, മുസന്ന, ജംഅ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. കതബ, കതബാ, കതബൂ. സിമ്പിൾ അല്ലേ? ജലസ അല്ല, യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന അല്ലേ? മുളാരി ആവുമ്പോൾ യജ്ലിസാന്ന് പറഞ്ഞാൽ പോരാ, യജ്ലിസാനി എന്ന് പറയണം. ഇതാണ് അതുപോലെ എഴുതുക. കതബൂ, യജ്ലിസാനി. ഇത്രയാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് കമ്മിലിൽ ജുമല ബിൽ കലിമാത്തിൽ മുനാസബ മിനൽ ഖൗസൈൻ. ബ്രാക്കറ്റിന് അനുയോജ്യമായത് അടുത്ത് എഴുതുക. റാഹത്തു ഡാഷ് ഫി ഖില്ലത്തിൽ കലാം. സംസാരം കുറയ്ക്കുമ്പോൾ റാഹത്ത് ഉണ്ടാവും, കംഫർട്ടാകും. എന്ത്?
എന്തിനാ കംഫർട്ട് ഉണ്ടാവുക? അൽ ലിസാൻ അല്ലേ, റാഹത്തുൽ ലിസാൻ ഫി ഖില്ലത്തിൽ കലാം എന്നാണ്. നാമൽ വലതു കുട്ടി ഉറങ്ങി, ഹാദി അൻ ഹാദി അത്തുൻ ഹാദി അത്തീൻ അല്ലേ, സമാധാനമായി ഹാൽ എഴുതണം, ഹാദി അൻ. ഓക്കെ. 10 സ്വിൽ ബൈനൽ ഖാനത്തൈൻ 6 മുതൽ 3 വരെയുള്ളതിൽ അല്ല 10 മുതൽ 17 വരെയുള്ളതിൽ 6 എഴുതുക. അതിലൊന്നാമത്തെ സിൽ ബൈനൽ ഖാനത്തൈൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നുദാവിം ശീലമാക്കാം, അത്വആം ഭക്ഷണം, അൽ ഖംർ മദ്യം, ഉമ്മുൽ ഖബായിസ് തിന്മകളുടെ മാതാവ്, അൽ റിയാദ് അൽ ബദനിയ എക്സസൈസ്, അസാസു സിഹ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം, അൽ ബഊലാത്തു വൽ ഫീറാൻ കൊതുകും എലിയും. ഏതാ വരിക? നുദാവിം നമുക്ക് ശീലമാക്കാമെന്ത്? അൽ റിയാദത്തുൽ ബദനിയ, അത്വആമു അസാസു സിഹ, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഇങ്ങനെ വരിക അല്ലേ മക്കളെ? അടുത്ത അഇദ്ദ നഷ്റത്തൻ അനിൽ ആദാത്തി സിഹിയ ബി മുസാഅദത്തിൻ നിഖാത്തി താലിയ. എന്താണ്? നല്ല നല്ല ശീലങ്ങൾ, എന്താണ്? ഹെൽത്തി ശീലങ്ങൾ, അതായത് നല്ല ആരോഗ്യകരമായ ശീലങ്ങളെക്കുറിച്ച് നഷ്റ ഒരു ലഘുലേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് നഷ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ കുറച്ച് അൽ ഖുല്ലാർ വൽ ഫവാക്കിഹ്, എന്താണ്? പഴവും പച്ചക്കറിയും, അൽ വജബാത്ത് സരിയ, എന്താണ്? ഫാസ്റ്റ് ഫുഡ്, റിയാദ് അൽ ബദനിയ. റിയാദ് അൽ ബദനിയ എന്താണ്? എക്സസൈസ് അല്ലേ. അപ്പോൾ തസ്ദാദു ഫി ഖറിയത്തിന് അൽ അമ്രാദുൻ നാത്തിജ ബിൻ അമത്തിൽ ഹയാത്സ്, ജീവിതശൈലി രോഗങ്ങൾ ധാരാളം വർദ്ധിക്കുന്നു. ഫഅലൈക്കൽ ഇഹ്തിമാം വി ആദാത്ത് സിഹിയ, അതുകൊണ്ട് താഴെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഇതിൽ കുറച്ച് വാക്കുകൾ ഇതിൻ്റെ മുമ്പിൽ ചേർത്ത് കൊടുത്താൽ മതി. ഏതുപോലെ? ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ടോ? നതനാവൽ നമുക്ക് കഴിക്കാം. എന്ത് കഴിക്കാം? ഇപ്പം നതനാവൽ അൽ ഖുല്ലാറു വൽ ഫവാക്കിഹ് കേട്ടോ. അപ്പം നതനാവലിന് ശേഷം അൽ ഖുല്ലാറു വൽ ഫവാക്കിഹ് എന്ന് കൂടി എഴുതാം. നമുക്ക് എന്താണ്? ഖുല്ലാറും ഫവാക്കിയും കഴിക്കാം. നെത്തുറുക്ക് നമുക്ക് ഒഴിവാക്കാം. എന്തൊഴിവാക്കാം? അൽ വജബാത്ത് സരിയ. അപ്പോൾ വജബാത്ത് സരിയ ഇവിടെ എഴുതി കൊടുക്കണം. മനസ്സിലായോ? നുദാവിം അല നമുക്ക് എന്താണ്? ശീലമാക്കാം. അവിടെ വന്നിട്ടുണ്ട് നുദാവിം അല റിയാദത്തിൽ ബദനിയ, അത് തന്നെ എഴുതിയാൽ മതി അല്ലേ? നുദാവിം അല റിയാദത്തിൽ ബദനിയ, ഇങ്ങനെ 3 സെൻറ്റൻസ് അവിടെ കൊടുത്താൽ മതി. സിമ്പിളല്ലേ? അപ്പോൾ ഈ വാക്കുകൾ പഠിച്ചിട്ട് പോകുക എന്നുള്ള നത്തനാവൽ, നത്തുറക്, നുദാവിം അല, നഹ്നു ഹാഫിദു അല, അങ്ങനെയുള്ള വാക്കുകൾ പഠിച്ചിട്ട് പോയാൽ നഷ്റ എഴുതാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും. ഓക്കെ. അടുത്ത ഇഖ്റയിൽ ഫിഖറ വൻഷ മിൻഹ സലാസത്ത് അസ്ഇല ബിസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാമിയ. താഴെയുള്ള ചോദ്യങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. എന്താണ്? ഉലിദ സയ്യിദ് ഉമർ ഖാലി ഫി ഖറിയത്ത് വെളിയങ്കോട്. വെളിയങ്കോട് എന്ന ഗ്രാമത്തിൽ ഉമർ ഖാലി ജനിച്ചു 1757. വക്കാന ആലിമൻ കബീറൻ, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു. വഷായിറൻ വസാഹിദൻ, കവിയും എന്താണ്? സാഹിദ്, അതായത് സാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയുക? വിരക്തിയുള്ള ആളെന്നാണ്. അതായത് ഒന്നിനോടും ദുനിയാവിലെ ആഡംബരോട് താല്പര്യമില്ലാത്ത ആളെന്നാണ് സാഹിദ് കേട്ടോ. മുഅല്ലിഫ് രചയിതാവ് കൂടിയാണ്. വക്കാന മുഅ്ലമ ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ അധിക രചനകളും ഫിൽ മദ്ഹിൻ നബി, പ്രവാചകൻ്റെ പ്രകീർത്തനമാണ്. ലഹു അലാഖത്തുൻ ഖവിയ ബിൽ ഉലമ, അദ്ദേഹത്തിന് പണ്ഡിതന്മാരുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അൽ മഷ്ഹൂരീന ഫിൽ ഹിന്ദി വൽ ആലമിൽ അറബി, അറബ് ലോകത്തും ഇന്ത്യയിലുമുള്ള പ്രസിദ്ധരായ എല്ലാ പണ്ഡിതന്മാരുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. മിൻ ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ കവിതകൾ അൽ ഖസീദ് അൽ മുഹമ്മസ വലാഹൽ ഹിലാൽ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. വഗൈരിഹ, അതല്ലാത്തതും. തൂഫി അൽ ഖാലി ഫി സനത്തി 1857 1857 അദ്ദേഹം മരിച്ചു. 1850 100 വയസ്സ് വരെ ജീവിച്ചു എന്നല്ല, കറക്റ്റ് 100 വയസ്സ്. അപ്പോൾ ചോദ്യം എന്താണ്? മാ വച്ച എന്ത്, മത്ത എപ്പോൾ, ഐന എവിടെ, മൻ ആര്. അപ്പം മൻ ഉണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പേരിൻ്റെ മുമ്പിൽ മൻ ചേർത്താൽ മതി. എങ്ങനെ പറയാം? മൻ ഉമർ ഖാലി അല്ലേ? മൻ ഉമർ ഖാലി ഒരു ചോദ്യമായി. ഐന എവിടെ എന്നാണ്. അപ്പോൾ ജനിച്ച കാര്യം പറയുന്നില്ലേ. അപ്പോൾ ഐന ഉലിദ സയ്യിദ് ഉമർ ഖാലി, ഐന ഉലിദ സയ്യിദ് ഉമർ ഖാലി രണ്ടാമത്തെ ചോദ്യമായി. മത്ത എപ്പോൾ ജനിച്ചു, വർഷമില്ല ഇവിടെ. അപ്പോൾ മത്ത ഉലിദ, ഈ മത്ത ഉലിദ സയ്യിദ് ഉമർ ഖാലി മൂന്നാമത്തെ ചോദ്യം. മത്ത ഉലിദ സയ്യിദ് ഉമർ ഖാലി.
മാ എന്ന് വെച്ചാൽ എന്ത്, അല്ലേ? എന്താണ്? മാ ഖസീദത്തുഹു അല്ലെങ്കിൽ മാ ഖസായിദുഹു, അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏതൊക്കെയാണ്? മാ ഖസായിദുഹു 4ാമത്തെ ചോദ്യമായി. ഓക്കെ, 3 ഉണ്ടാക്കിയാൽ മതി, 4 ഞാൻ പറഞ്ഞു. 13ാമത്തെ ലാഹിൽ തഖ്രീർ വായിദ് ബർനാമജൻ അലാ മിസാസിഹി. ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട്, റിപ്പോർട്ട് വെച്ച് നോട്ടീസ്, പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുക. ജറത്ത് ഹഫലത്തും ഫിൽ മദ്രസത്തുൽ ഹുക്കൂമിയ സാനവിയ ബി കണ്ണൂർ. കണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പരിപാടി നടന്നു. ബി മുനാസബത്ത് യൗമിൽ ഖിറാഅ, വായനാ ദിനത്തിൻ്റെ അന്ന്. ഇഫ്തതഹ ഉദൂബുൽ മജ്ലിസ് തശ്രീഇ, MLA അൽ ഹഫല പരിപാടി ഉദ്ഘാടനം ചെയ്തു. റഅസ നാദുൽ മദ്രസ, HM അധ്യക്ഷത വഹിച്ചു. അൽക്ക റയീസുൽ മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തി ഖുത്ബത്തൻ അൻ അഹമിയത്തുൽ ഖിറാഅ, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. അൽക്ക കലിമത്തു തഹാനി, ആശംസ പറഞ്ഞു. ഉളൂവുൽ മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് മെമ്പർ. വ റയീസുൽ ലജ്നത്തുൽ ഔസിയ വൽ മുദരിസീൻ, PTA പ്രസിഡന്റും. റഹബൽ ഹഫ്ല, പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. അമീനു ലജ്നത്തുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി. കമാ അദ്ദ കലിമത്ത് ഷുക്ർ, നന്ദി പറഞ്ഞു. അരീഫുൽ മദ്രസത്ത് സാനവിയ, ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡർ, കേട്ടോ, അല്ല സെക്കൻഡറി സ്കൂൾ ലീഡർ. അപ്പോൾ തർഹീബ്, സ്വാഗതം പറഞ്ഞു. റഹബ, ആരാണ് വരിക? അമീനു ലജ്നത്തിൽ മുദരിസീൻ, ഇവിടെ എഴുതണം. ഓക്കെ, അടുത്തത് ഇവിടെ സ്വാഗതം കഴിഞ്ഞ റയീസാണ് വരിക, അല്ലേ? റയീസ് അല്ലെങ്കിൽ റിയാസത്ത്, അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷത. റയീസ് ആരാണ്? നാദിറുൽ മദ്രസ, കേട്ടോ. അപ്പോൾ അർ റയീസ് എന്ന് എഴുതണം ഇവിടെ. അർ റയീസ് നാദിറുൽ മദ്രസ അല്ലെങ്കിൽ അർ റിയാസ നാദിറുൽ മദ്രസ എന്ന് എഴുതണം. ഖുത്ബത്ത് റയീസി ആരാണ്? റയീസു മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. കലിമത്തു തഹാനി, ആശംസ പറഞ്ഞതിൽ ഒരാളുടെ പേരുണ്ട്. ആദ്യത്തെ ആൾ ആരാണ്? ഉളൂവുൽ മജ്ലിസുൽ ഖറവി എന്നിവിടെ കൊടുക്കണം. ഓക്കെ, പിന്നെ അവസാനത്തെ നന്ദി പറഞ്ഞു, അല്ലേ? അപ്പം കലിമത്തു ഷുക്ർ എന്ന് ആദ്യം ഇവിടെ ചേർക്കണം. പിന്നെ അരീഫുൽ മദ്രസ എന്നുള്ളത് ഇവിടെയും ചേർക്കണം. ശരിയല്ലേ മക്കളെ? സിമ്പിൾ. അടുത്തത് ഇഖ്റയിൽ ഫിഖറത്ത് താലിയ വാജിബ് അനിൽ അസീല. താഴെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് വാങ്ങിച്ച് ഇവിടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഉലിദൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചു. ബി കറിയത്തി വക്കം, വക്കത്ത്. സനത്ത, ഏത് വർഷം? 1873. ലി അബവൈനി കരീമേൻ, മാന്യന്മാരായ മാതാപിതാക്കൾക്ക്. ആരാണവർ? മുഹമ്മദ് കുഞ്ഞും ആയിഷ ബീവിയും. വക്കാന ആലിമൻ കബീറൻ, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. സിഹാഫിയൻ മാഹിറൻ, നിപുണനായ എക്സ്പേർട്ടായ സിഹാഫിയെ, ജേർണലിസ്റ്റ് കൂടിയാണ്. അസ്ദർ അൽ മൗലവി, മൗലവി പ്രസിദ്ധീകരിച്ചു ജരീദത്ത് സ്വദേശാഭിമാനി, സ്വദേശാഭിമാനി പത്രം. വസാഹമ ഫി നഷിർ ലുഗൽ അറബിയ ഫി കേരള, കേരളത്തിൽ അറബി ഭാഷയുടെ പ്രചാരണത്തിന് വലിയ പങ്ക് വഹിച്ചു. തൂഫിയ, മരണപ്പെട്ടു 1932. മൻകാനൽ മൗലവി അബ്ദുൽ ഖാദർ അൽ വക്കമി, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ്? അപ്പോൾ ഉത്തരം എന്താ? കാന ആലിമൻ കബീറൻ വസിഹാഫിയൻ മാഹിറൻ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ മാ ഇസ്മു ജരീദത്തി, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരെന്താണ്? ജരീദത്തു സ്വദേശാഭിമാനി. ശരിയല്ലേ? ഐന ഉലിദ അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവി എവിടെ ജനിച്ചു? എവിടെയാണ്? ബി കറിയത്തി വക്കം, അത്ര എഴുതാൻ മതി. തർജിമില ലുഗത്തിക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അത്വആമു നിഅമത്തു മിനല്ലാ, ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം. അത്വആമു വശറാബു, ഭക്ഷണവും പാനീയവും മിൻ ലറൂരിയാത്തുൽ ഇൻസാൻ, മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടതാണ്. വലാ നുസ്രിഫ്, നമ്മൾ ധൂർത്ത് കാണിക്കരുത്. ഫിൽ മൗകൂലാത്ത്, എന്ത്? ഭക്ഷണത്തിലും. വൽ മഷ്റൂബാത്ത്, പാനീയങ്ങളിലും ധൂർത്ത് കാണിക്കുന്നില്ല എന്നങ്ങനെ പറയാം, കേട്ടോ. ധൂർത്ത് കാണിക്കരുത് അല്ലെങ്കിൽ ധൂർത്ത് കാണിക്കുന്നില്ല എന്ന് പറയാം. 16 റത്തിബിൽ കലിമാത്ത് ഹത്താ തസീറ ജുംല, ഇവിടെ ഇത് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അൽ വജബാത്ത് അസ്സരിയ ലാ തവക്കുൽ, എന്താണ്? ലാ തവക്കുൽ ആദ്യം പറയണം, ആദ്യം ഫേല് പറയണം. അൽ വജബാത്ത് ഫുഡ്, എന്ത് ഫുഡ്? സരിയ, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത്. അപ്പം ലാ തവക്കുൽ അൽ വജബാത്ത് അസ്സരിയ, ഈ ഓർഡറിലാണ് എഴുതേണ്ടത്. അടുത്തത് തലവുസ്, മലിനീകരണം. യഹിദർ, ജാഗ്രത, ജാഗ്രത പാലിക്കുക. അൽ മിയാഹ്, വെള്ളം. അപ്പോൾ വെള്ളം മലിനമാക്കരുത് എന്നാണ്.
അപ്പോൾ ഇഹ്ദർ അൻ, ശ്രദ്ധിക്കുക, എന്ത്? അൻ തലവുസ് അൽ മിയാഹ്. ഓക്കെ, അതാണ് ഓർഡർ. അടുത്തത് അൽ കൽബ്, ഹൃദയം, യുമീത്തു നശിപ്പിക്കും, അത്തദ്ഖീൻ പുകവലി. അപ്പോൾ എന്താണ്? ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം. അത്തദ്ഖീനു യുമീത്തു അൽ കൽബ എന്ന് പറയാം, യുമീത്തു അത്തദ്ഖീനു അൽ കൽബ എന്നും പറയാം. രണ്ടും ശരിയാണ് കേട്ടോ. അടുത്ത് കമ്മലിൽ ഖാനാത്ത്, താഴെയുള്ള ഈ ഇത് വളരെ സിമ്പിൾ അല്ലേ? ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും, വാവിനും ഖാദിമും ഖാദിമൂനയാണെങ്കിൽ ലാഇബ് എന്താകും? ലാഇബൂന അല്ലേ? ഇവിടെ മുഅ്മിനൂന, അപ്പോൾ ഈ വാവിനൂനും കളഞ്ഞിട്ട് ബാക്കി എഴുതാം ഇവിടെ മുഅ്മിൻ. ദാരിസൂന, വാവിനൂനും കളഞ്ഞിട്ട് ദാരിസ്. ഓക്കെ, ഖാദിമത്ത് ഖാദിമാത്ത്, ലാഇബത്ത് അപ്പം എന്ത് വരും? ലാഇബാത്ത് അല്ലേ? അപ്പം ലാഇബാ അലിഫ് ഇടണം കേട്ടോ, ലാഇബാത്ത്. മുഅ്മിനാത്ത് എന്നാണ് അല്ലേ? അപ്പോൾ മുഅ്മിനത്ത്. ദാരിസത്തുൻ ദാരിസാ, ഇത് കണ്ടത് ഇതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, ദാരിസ് ദാരിസൂന, ദാരിസത്ത് ദാരിസാത്ത്, മുഅ്മിനത്ത് മുഅ്മിനാത്ത്, ലായിബത്ത് ലായിബാത്ത്, അങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തത് അജിബൻ സലാസത്തിൻ ഫക്കത്ത്, 18 മുതൽ 21 വരെയുള്ളതിൽ 3 ഉത്തരം കൊടുത്താൽ മതി. ഗയ്യറ അദ്നാൻ നമത്തൽ ഹയാത്ത്, അവൻ്റെ ജീവിതശൈലി മാറ്റി. വാസ്ബഹ ലാഹിബൻ മാഹിറ, അവൻ വലിയൊരു കളിക്കാരനായി. ദാത്ത യൗമിൻ ലഖിയ കായിദൽ ഫരീഖ്, ഒരു ദിവസം അവൻ്റെ ടീം ലീഡർ, അതായത് ടീം ക്യാപ്റ്റനെ കണ്ടു. ഫിൽ കറിയ, ഗ്രാമത്തിലെ. ഫജറ ബൈനഹുമാ ഹിവാ, അപ്പോൾ അവരുടെ ഹിവാർ നടന്നു. ഇദ്ദൽ ഹിവാർ മിൻ ഖയാലിഖ്, നിങ്ങളുടെ ആശയം, ഒരു ഭാവനയിലൊരു അതിൻ്റെ ഒരു ഹിവാർ ഉണ്ടാക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ അവർ സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഇവിടെ ഞാൻ ChatGPT വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഹിവാർ നിങ്ങൾക്ക് ഇതുണ്ടോ. അതിനാൻ പറയുന്നു അസ്സലാമു അലൈക്കും ക്യാപ്റ്റൻ സാമി എന്നാണ്. ഇവിടെ നമ്മൾ ഖായിദൽ ഫരീഖ് എന്ന് പറയുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും ക്യാപ്റ്റൻ സാമി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുക, അത് ആദ്യം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇതുണ്ടോ, അതിനാൻ പറയുന്നത് അസ്സലാമു അലൈക്കും യാ സയ്യിദി കൈഫ് ഹാലുഖ്. ഖായിദൽ ഫരീഖ് പറയുന്നു വലൈക്കുസ്സലാം യാ അദ്നാൻ അന ബിഖൈർ വ അൻത, നീയോ? സമയത്തു അന്നക്ക അസ്ബഹത്ത ലായിബൻ റായിഅൻ, നീ വലിയ കളിക്കാരനായില്ലേ? അദ്നാൻ പറയുന്നു അൽഹംദുലില്ലാ നഅം അതദറബു കുല്ല യൗമിൻ വ ഉഹാവിലു അൻ അതഹസ്സൻ, ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഖായിദുൽ ഫരീഖ് ഹാദാ ജമീൽ, കൊള്ളാം. തദ്രീബ് വൽ ഇജ്തിഹാദ്, തദ്രീബും പ്രാക്ടീസും പരിശ്രമവുമാണ് സിർ നജാഹ്, വിജയരഹസ്യം. അതിനാൻ പറയുന്നു സഹീഹ് വാഹി അൽ കബീർ സായദിനി കസീറൻ, എൻ്റെ സഹോദരൻ എന്നെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. കാന എഴുത്തീനി നസായിഹ മുഫീദ്, അവൻ നല്ല ഉപദേശങ്ങൾ തരും. ഫരീഖ് പറയുന്നു ഹാദ റായി, കൊള്ളാം. അൽ ആയിലത്തു ദായിമൻ തുസായിദുന അലൻ നജാഹ്, കുടുംബമാണ് നമ്മളെ വിജയിക്കാൻ എപ്പോഴും സഹായിക്കുന്നത്. ഹല്ലദൈക ഹുൽമുൻ ഫി ഖുറത്തുൽ ഖദം, ഫുട്ബോളിൽ നിനക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടോ? അപ്പോൾ അതിനെ പറയുന്നു ഉരീദു അൻ അൽഅവ മഅ ഫരീഖ് കറിയത്തിന്, നമ്മുടെ നാട്ടിലെ ടീമിൻ്റെ കൂടെ എനിക്ക് കളിക്കണം. ഓ ബഅദാലിക്കാൻ അക്കൂന ലായിബൻ മഷ്ഹൂർ, അങ്ങനെ ഞാൻ വലിയൊരു മഷ്ഹൂറായ പ്രസിദ്ധനായ കളിക്കാരനാവും. ഹദാ ഹുൽമുൻ ജമീൽ യാ അദ്നാൻ, അദ്നാനെ കൊല്ലാം, സൂപ്പർ സ്വപ്നം. ലാക്കിൻ തദക്കർ, പക്ഷേ ഓർക്കണം, അൻ നജാഹു യഹ്താജു ഇലൽ ലഅബ്, വിജയം യഹ്താജു, വിജയത്തിന് ആവശ്യമാണെന്ത്? കളിയും. മഅൽ ഫരീഖ്, ടീമോടൊപ്പം കളിക്കണം. വൽ ഇഹ്തിറാമുലിൽ ജമീ, എല്ലാവരെയും ബഹുമാനിക്കണം. അദ്നാൻ പറഞ്ഞു അക്കീദ് യാ സയ്യിദി, തീർച്ചയായും. ഖുറത്തുൽ ഖദം തുഅല്ലിമുന തആവുന വൽ ഇഹ്തിറാം, ഫുട്ബോള് നമ്മളെ തആവുൻ, എന്താ തആവുന് നമ്മളെ പരസ്പര സഹകരണവും ഒത്തൊരുമയും ആദരവും പഠിപ്പിക്കും. മുംതാസ് ഹൽ തുരീദു അൻ തൻളമ ഇലാ തദ്രീബാത്തിൽ ഫരീഖ് ഖരീബൻ, അടുത്തുള്ള നമ്മുടെ ടീമിൻ്റെ ട്രെയിനിങ്ങിൽ നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനാ നഅം ഉഹിബ്ബുൻ അതദറബ മഅക്കും, താങ്കളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. വതഅല്ലം അഷിയാൻ ജയ്യിദൻ, ഞാൻ ഇനിയും നല്ല കാര്യങ്ങൾ പഠിക്കും. റായ തആലിലൽ മൽഅബി ഗദൻ ലി അസ്സാഅത്ത് റാബിയ, നാളെ 4 മണിക്ക് ഗ്രൗണ്ടിലേക്ക് വാ. ഇസ്തഇദ് ബി ഹമാസിഖ്, നന്നായി നീ തയ്യാറാകുക. ശുക്രൻ യാ സയ്യിദി സൗഹാബിൽ അൻ അകൂന ഇൻദ ഹുസ്നി ളന്നിക്കും, നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാനാവുന്നു. അന മുതഅക്കിദ് അന്നക സതഫ്അൽ, നീ ചെയ്യുന്നതിന് ഉറപ്പാണ്. ഇലൽ ലിഖാ യാ അദ്നാൻ, വീണ്ടും കാണാം. അപ്പോൾ ഇലൽ ലിഖാ
ക്യാപ്റ്റൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ചാറ്റ് GPT ഒരു ഇതാണ്, കുറച്ചും കൂടി കട്ടിയുണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി 19 അഇദ്ദ ഖുതുബതൻ അൻ മൗദു ഇന്തിഷാർ ലുഗൽ അറബിയ്യ ഫി കേരള. കേരളത്തിലെ അറബി ഭാഷയുടെ വ്യാപനത്തെക്കുറിച്ച് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഖുത്തുബ എന്താണ് തയ്യാറാക്കേണ്ടത്? ഖുത്തുബ, അത് നമ്മുടെ പാഠഭാഗത്തിലുള്ള അതേ ഖുത്തുബ എഴുതിയാൽ മതി അല്ലേ. ഏതാ പാഠഭാഗത്തിലെ ഖുത്തുബ? ഇത് നോക്കൂ. അതിലിപ്പോൾ ലുഅത്തും സഹലത്തും വ ജമീല എന്താണ്? മനോഹരവും ലളിതമായ ഭാഷ. ഫിൽ മദാരിസ് വൽ കുല്ലിയാത്ത് വൽ ജാമിയാത്ത്, ജാമിയാത്ത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളുകളിലും. CH മുഹമ്മദ് കോയ, വക്കൽ അബ്ദുൽ അൽക്കറും ഇവരുടെ പേരുകൾ വരണം. വലായിഫ കസീറ ഫി മജാലാത്ത് മുഖ്തലിഫ, വ്യത്യസ്ത മേഖലകളിൽ ഉള്ള ജോലി സാധ്യത. അപ്പോൾ ഇങ്ങനെ തുടക്കം ഇങ്ങനെ അയ്യുഹത്തുല്ലാബുൽ ആയിസ, പ്രിയമുള്ള കുട്ടികാട്ട്, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള, അന മസ്റൂറുൻ ജിദ്ദൻ അലാ ഹുസൂലി ഹാദിഹിൽ ഫുർസ, എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തിന്? അതേപോലെ തന്നെ ലിൽഖായി ഖുതുബത്തിൻ ഹൗല അഹമ്മിയ എന്നുള്ളവിടെ എന്ത് മാറ്റണം? ഇന്തിഷാർന്നാക്കണം. ഓക്കെ, ഇന്തിഷാർന്നാക്കുക. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ കേട്ടോ. ഇതുപോലെ ഈ കേരളത്തിലെ അറബി ഭാഷയുടെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. വക്ക അബ്ദുൽ ഖാദർ മൗലയുടെ പേര് പറഞ്ഞ് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ടതാണ് അല്ലേ. അവസാനത അറബി ഭാഷയുടെ ജോലി വലായിഫ് ഫി മുഖ്തലിഫിൽ മജാല, അതും പറയുന്നുണ്ട്. ഈ എന്താണ് ഖുതുബ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ 4 മാർക്ക് മസ്റ്റായിട്ടും കിട്ടും. ഈ ക്ലാസ് ഇതിൻ്റെ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് പഠിച്ചതാണ്. ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ SSLC അറബിക് ഗൈഡ് പ്ലേലിസ്റ്റിലുണ്ട്. ഇതിൻ്റെ അർത്ഥം മൊത്തം ഞാൻ മുഴുവൻ പറയുന്നില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത എന്താണ്? അഇദ്ദ മുദക്കിറാൻ വിലായത്ത് കേരള, കേരളത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? വിലായ സഗീറ, ചെറിയ സംസ്ഥാനം. തബിയ ജദ്ദാബ, മനോഹരമായ പ്രകൃതി. അൽ അയാദുൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ആഘോഷങ്ങൾ. അൽ ഉഖുവ വൽ മവദ്ദ, സ്നേഹവും സാഹോദര്യവും. അൽ ഉലൂമു വൽ ഫുനൂൻ, ഇൽമിലും ഫുനൂനും അല്ലേ, കലയും കലയും അറിവിലും. അൽ അദിയാൻ മുഖ്തലിഫ, വ്യത്യസ്ത മതങ്ങൾ. ഇത് നമ്മൾ കേരളത്തെക്കുറിച്ച് നമ്മളൊരു പദ്യം പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ കേരളത്തിൻ്റെ ആ പദ്യത്തിൻ്റെ വിശദീകരണം ഉണ്ടല്ലോ, അത് തന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഞാൻ ഇത് കണ്ട, ഇതിലെങ്ങനെ എഴുതാം? കേരള മൗത്തിനുൻ, ഇങ്ങനെ എഴുതാം. കേരള മൗത്തിനുൻ ഖാദിറത്തുൻ അല തർഖിയത്തി ഫിൽ ഉലൂമി വൽ ഫുനൂനി അല്ലേ. വ തൽഹറു ആസാറു തഖദ്ദും അല്ലേ. വ തൽഹറു ഫീഹ, അലൈക്ക മാറ്റിയിട്ട് ഫീഹയാക്കുക. ആസാറു തഖദ്ദും, അവിടെ വികസനത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അല്ലേ. പിന്നെ ഈ വരികളൊന്നും വേണ്ട. അൽ അസ്ഹാറു തബസ്സുമിലേക്ക്, ഇതൊന്നും വേണ്ട. വഫി ജംബിഹ എന്ന് കൊടുക്കുക. വഫി ജംബിക്ക കീ എന്നുള്ളവിടെ വഫി ജംബിഹ അൽ ബഹറു വൻ നെഹ്റു വൽ ബുഹൈറാത്ത് ദാത്തിൽ അസ്മാക്കിൽ കസീറ. വഫീക്കി എന്നുള്ളവിടെ വഫീഹ എവിടെ? കേരളത്തിലുണ്ട് എന്നാണ്. ജിബാലുൻ മുർത്തഫിയ മുസയ്യന ബിഷുജൈറാത്ത് ഷാ. പിന്നെ വഫീഹ യസ്കുനുന്നാസു അഹിബ അമാ ഇഖ്തിലാഫി അദിയാനിഹിം അൽ മുസ്ലിമൂന വൽ ഹിന്ദുക്കിയ വന്നസാറ യഈഷൂന ഇഖ്വാന തഖഉൽ മആബിദു വൽ കനായിസു ബിജിവാരിൽ മസ്ജിദ് അല്ലേ. പള്ളികളും അമ്പലങ്ങളും ഇതിൻ്റെ പള്ളിയുടെ ഇതിൻ്റെ ഉണ്ട്. അൻഅമല്ലാഹു അലാ ഹാദൽ ബലദ് ബിനിഅമിഹിൽ വാഫിറ, വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. വഅത കുല്ല ഷൈഇൻ മാ യഹ്താജു ലി ഐഷിഹി അല്ലേ. വനഹ്നു ലാ നഖ്ദിറു അലാ ഇഹ്സായിഹ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കേരളത്തെക്കുറിച്ച് മുദക്കറ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫീക്ക എന്നുള്ളവിടെ ഫീഹ നാക്കിയിട്ട് തിരുത്തിയാൽ മതി. സിമ്പിളല്ലേ. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു. ഇനി 21-ാമത്തെ ലാഹിദിൽ ജദുവ വ അജുബ് അനിൽ അസ്ഇല. താഴെയുള്ള എന്താണ് ജദുവൽ ചാർട്ട് നോക്കിയിട്ട് ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ആദ്യം എന്താണ്? ഇസ്മ പേര്, മെക്കാനിൽ മീലാത്ത് ജനിച്ച സ്ഥലം, അൽ അഅമാലിൽ അദബിയ സാഹിത്യ അതായത് പുസ്തകങ്ങൾ, അൽ വഫാത്ത് മരണം. ചോദ്യം മത്താ തുവഫിയ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എപ്പോഴാണ് മരണപ്പെട്ടത്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ മരണം എവിടെയാണ്? 1974. അതായതാണ് അതിൻ്റെ ഉത്തരം വരിക അല്ലേ മക്കളെ. പിന്നെ മൻ സാഹിബ് ഖസീദത്തുൽ മുഹമ്മസ. ഖസീദത്തുൽ മുഹമ്മസ എഴുതിയതായിരിക്കുന്നതാണ്.
അപ്പോൾ ഖസീദത്തുൽ മുഹമ്മസ എഴുതിയ ആളാരാണ്? ഉമർ ഖാലി വെളിയങ്കോട്ട്. അപ്പോൾ ഉമർ ഖാലി വെളിയങ്കോട്ട് എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. ശരിയല്ല മക്കളെ? അടുത്ത് ഐന പുലിത മുഹിയുദ്ദീൻ ബിൻ അലി. മുഹിയുദ്ദീൻ ബിൻ അലി എവിടെയാണ് ജനിച്ചത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കാനുൽ മീലാദ്, മുഹിയുദ്ദീൻ ബിൻ അലിയുടെ മക്കാനുൽ മീലാദ് ഷിയൂർ എന്നാണ് ഉത്തരം. അടുത്തത് മൻ അല്ലഫ കിതാബ് റിഹലത്തി ലിൽ ഹജ്ജ്. റിഹലത്തി ലിൽ ഹജ്ജ് രചിച്ചതാരാണ്? അപ്പോൾ പുസ്തകമല്ലേ റിഹലത്തി ലിൽ ഹജ്ജ് അവിടെ കിടക്കുന്നത്, അത് രചിച്ചതാരാണ്? CH മുഹമ്മദ് കോയ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ആൻസർ കീ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ SSLC അറബിക് എക്സാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് അറിയാം. എന്നാലും നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.